ഹായ് നമസ്കാരം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ ചില സമയത്ത് നമ്മൾക്ക് ഷോർട്ട് കട്ട് തേടേണ്ടി വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഷോർട്ട് കട്ടുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരിലേക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇപ്പോഴാണ് കിട്ടിയത് എങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള കിടിലൻ ടെക്നോളജി വീഡിയോകൾക്കായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഒരു ടിപ്സാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യാതെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുമാത്രമല്ല, ഷോർട്ട് വീഡിയോ കാണുന്ന ആളുകൾ മാത്രമുണ്ട്, വെറും ഷോർട്ട് വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഷോർട്ട് വീഡിയോകളാവും വരിക. നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷോർട്ട് വീഡിയോകൾ ഇതുപോലെ യൂട്യൂബിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതുമാത്രമല്ല, യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കിട്ടും. നേരെ സെർച്ചിലേക്ക് പോകും. എന്താ വേണ്ടിയെന്നുള്ള ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ യൂട്യൂബിലൂടെ സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ട്രിക്കിലൂടെ സാധിക്കും. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. രണ്ടാമത്തെ ട്രിക്ക്, നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള ആപ്ലിക്കേഷനുകൾ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ സെൻഡ് ചെയ്യാൻ, സ്കാൻ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മുകളിൽ സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനും ബാങ്ക് ബാലൻസ് അറിയാനും എല്ലാം ഈ ഒരു ഷോട്ടിലൂടെ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ. ഇതുപോലെ തന്നെയാണ് ഫോൺ പേയുടെ. നമുക്ക് ഇതുപോലെ ബാങ്ക് ബാലൻസ് അറിയാം, ഇതേപോലെ മണി സെൻഡ് ചെയ്യാം, സ്കാൻ, നമുക്ക് QR കോഡിൻ്റെ സ്കാൻ ഓപ്പൺ ആവും. ഇതിനൊന്നും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ പേടിഎം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണി സെൻഡ് ചെയ്യാനും മണി സ്കാൻ ചെയ്യാനും റീചാർജ് ചെയ്യാനും എല്ലാത്തിനുള്ള ബാലൻസ് അറിയാനും ഹിസ്റ്ററി ഒക്കെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഫോൺ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേടിഎം ഓപ്പൺ ചെയ്താലും അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ ആളുകളും ചാറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റയിലാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ പെട്ടെന്ന് നമുക്കൊരു ചാറ്റ് മെസ്സേജ് വന്നെങ്കിൽ നമുക്കത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും ന്യൂ പോസ്റ്റ്. നമുക്ക് പുതിയൊരു റീല് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇതിനൊന്നും നേരെ നമുക്ക് ന്യൂ പോസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോസ്റ്റിലോട്ട് പോകും. നമുക്കിതുപോലെ പോസ്റ്റുകൾ, നമുക്കിതുപോലെ ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറി ഉള്ളത് ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ലൈവ് എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ടിവിറ്റി ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സുമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലൂടെ കിട്ടും. ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യാതെ വളരെ വേഗം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും കാണുന്ന ഒരു ഓപ്ഷനാണ്. യൂട്യൂബിൽ നമുക്ക് ഷോർട്ട് വീഡിയോകൾ സെർച്ച് ചെയ്തുകൊണ്ടാണ്, എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച വീഡിയോകളൊന്നും കിട്ടില്ല. പക്ഷേ നമുക്ക് ഷോർട്ട് വീഡിയോകൾ മാത്രം യൂട്യൂബിലൂടെ കാണാനായിട്ട് സാധിക്കും, വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇപ്പോൾ അറിയുന്നതാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം. ബൈ.